അമ്മേ നാളെയല്ലേ കടയിൽ ഉദ്ഘാടനം, ഞാൻ വിളക്ക് മേടിച്ചു വരട്ടെ. രമേശ, ഇത് നിന്റെ 4ാമത്തെ ബിസിനസ്സാ, അത് നീ മറക്കരുത്. കഴിഞ്ഞ നിന്റെ 3 ബിസിനസ്സും പൊളിഞ്ഞിട്ടേ ഉള്ളൂ. എങ്ങനെ പൊളിയാണ്ടിരിക്കും? ഉദ്ഘാടനത്തിന്റെ തലേന്ന് ആ കൊച്ചുണ്ണിയേട്ടൻ വലിഞ്ഞു കയറി വരും. എന്നിട്ട് അയാൾ പറയും ഈ ബിസിനസ് ഒന്നും വിജയിക്കാൻ പോണില്ല. അയാള് പറഞ്ഞതേ നടക്കൂ, നിന്റെ ബിസിനസ് പൊളിയുകയും ചെയ്യും. അയാൾ നാമൽ ഗുളികണ്ട്, അയാൾ പറഞ്ഞതേ നടക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല. ഇപ്പൊ തന്നെ നീ പോയിട്ട് അയാളോട് നല്ലത് വല്ലതും പറയാൻ പറയാ. അയാൾ നല്ലത് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പൊളിഞ്ഞു. എന്റെ പൊന്ന് കൊച്ചുണ്ണേട്ടാ, നാളെ എന്റെ 4ാമത്തെ ബിസിനസിന്റെ ഉദ്ഘാടനമാണ്. കഴിഞ്ഞ 3 ബിസിനസ് നിങ്ങൾ കാരണം പൊളിഞ്ഞു. നിങ്ങൾ തലേന്ന് ഉദ്ഘാടനത്തിൽ അവിടെ കയറി വരും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും, അതെന്നെ നടക്കും. നിങ്ങൾക്ക് ആരും നന്നാവണം ഇഷ്ടമല്ലല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുക. നാട്ടുകാർ നന്നാവണമെന്നൊന്നും എനിക്കിഷ്ടല്ല, എന്നാലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയണ്ടേ? നിങ്ങളിപ്പോ നല്ല എന്തെങ്കിലും പറ. നിങ്ങളെന്നാവുമ്പോ ഗുളിക ഉണ്ടല്ലോ. നിന്റെ ബിസിനസ് 100 വർഷം വിജയിച്ച് കാണാൻ ഞാൻ 115 കൊല്ലം ജീവിച്ചിരിക്കട്ടെ. ഇപ്രാവശ്യം പൊളിഞ്ഞു. കണ്ട ചേച്ചി, ഇയാള് പറഞ്ഞത് ഇയാള് 115 വർഷം ജീവിച്ചിരിക്കണം എന്നാ പറഞ്ഞത്. എന്റെ ബിസിനസ് പൊളിയാണെന്ന് അയാൾ ആഗ്രഹം. പിന്നെ നീയൊന്നും അങ്ങനെ നന്നാവണ്ട, ഞാൻ 115 വർഷം ജീവിക്കാനാ ഞാൻ പറഞ്ഞേ. രമേശ, നിന്റെ കാര്യം ഓക്കെയാടാ. നിന്റെ ബിസിനസ് ഈ പ്രാവശ്യം വിജയിച്ചോ? അതെങ്ങനെ ചേച്ചി? ഇയാൾക്ക് കുറെ കാലം ജീവിക്കണം എന്നല്ലേ പറഞ്ഞേ? ഒന്നുകൂടി നീ ആലോചിച്ചേ. കൊച്ചുണ്ണിയേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് കുറെ കാലം ജീവിക്കണം, അതേ ആൾക്ക് വേണ്ടു. അല്ല രമേശ, നിന്റെ ബിസിനസ് 100 വർഷം കാണാൻ കൊച്ചുണ്ണിയേട്ടൻ 115 വർഷം ജീവിച്ചിരിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് അതിനർത്ഥം നിന്റെ ബിസിനസ് 100 വർഷം വിജയിച്ചോ, അത് കാണാൻ കൊച്ചുണ്ണിയേട്ടൻ 115 വർഷം ജീവിച്ചു എന്നല്ലേ? അത് ശരിയാണല്ലോ രമ്യ ചേച്ചി. നിങ്ങൾ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞിന്റെ കൊച്ചുണ്ണിയേട്ടാ. എന്തായാലും ഞാൻ പോവാട്ടോ. എന്റെ നാവ് ആദ്യമായിട്ടാണ് ഉടക്കിയത്, നീയൊക്കെ ഞാൻ നന്നാവൂലോ.